ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് ഗൂഗിൾ മീറ്റ് എങ്ങനെ ഫ്രീ ആയിട്ട് റെക്കോർഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. നോർമലി ഗൂഗിൾ മീറ്റിൻ്റെ പെയ്ഡ് വേർഷൻ എടുത്താൽ മാത്രമാണ് നമുക്ക് ഗൂഗിൾ മീറ്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഫ്രീ ആയിട്ട് എങ്ങനെ നമുക്ക് ഗൂഗിൾ മീറ്റ് നമ്മൾ ചെയ്യുന്ന മീറ്റിംഗ്സ് റെക്കോർഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OBS ആണ്. OBS സ്ക്രീൻ റെക്കോർഡർ എന്നുള്ള ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ, അതിനായിട്ട് ആദ്യം നിങ്ങളെ OBS ഓപ്പൺ ചെയ്യുക. OBS ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷനായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇതിലിപ്പോൾ ഞാൻ കുറേ സീൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഈ പ്ലസ്സിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ജസ്റ്റ് ഇപ്പം ഞാനൊരു പേര് കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് പേരും വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഗൂഗിൾ മീറ്റിൻ്റെ ആണ് മനസ്സിലാക്കാൻ വേണ്ടി Gmeet എന്ന് പറഞ്ഞ് കൊടുത്തു. അതിനുശേഷം ഓക്കെ കൊടുത്തു. അപ്പം അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ ഈ സോഴ്സ് എന്നുള്ളതിൽ ഇവിടെ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ വിൻഡോ ക്യാപ്ചർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, വിൻഡോ ക്യാപ്ചറിൽ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒത്തിരി വിൻഡോസ് ഉണ്ടാവും. ഞാൻ ഓപ്പൺ ചെയ്ത എല്ലാ വിൻഡോസും ഇവിടെ കാണാൻ പറ്റും, ടാബുകൾ. അതിലിവിടെ ക്രോമിൽ മീറ്റിംഗ്, ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും, മീറ്റിംഗ് ലിങ്ക് ഉൾപ്പെടെ. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് എന്താ പറയുക, ഇവിടെ കറക്റ്റ് അഡ്ജസ്റ്റ് ആയിട്ടല്ല, സ്ക്രീൻ അഡ്ജസ്റ്റ് ആയിട്ടല്ല വരുന്നതെങ്കിൽ ജസ്റ്റ് അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ റീസൈസ് ഔട്ട്പുട്ട് എന്നുള്ള ഈ ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ യെസ് കൊടുക്കുക. യെസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് സെറ്റായിട്ട് അവിടെ നിൽക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം വിൻഡോ നമുക്ക് ഓക്കെ, ഇനി നമുക്ക് ഓഡിയോ ക്യാപ്ചർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് വീണ്ടും ഈ സോഴ്സിൽ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യാം. ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇവിടുന്ന് നമുക്ക് അഡീഷണൽ നമ്മൾ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മൈക്ക് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ല നമ്മളെ ഡിഫോൾട്ട് ലാപ്പിൻ്റെ മൈക്കാണെന്നുണ്ടെങ്കിൽ അത് ഡിഫോൾട്ട് എന്നുള്ള സെലക്ട് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഹെഡ്സെറ്റ് മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇത്രയും നിങ്ങൾ ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഈ ഒരു ബാറ് കാണുന്നില്ലേ, ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് ഇങ്ങോട്ട് വലിച്ച് ജസ്റ്റ് വിടുക. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പുറം പ്രിവ്യൂവിൽ ചെയ്യുന്ന ചേഞ്ചസ് അപ്പുറം ഔട്ടിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്ന് കൊടുത്ത് അത് സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് മിനിമൈസ് ചെയ്യുക. മിനിമൈസ് ചെയ്ത് അതിനുശേഷം നിങ്ങൾ ഈ സ്ക്രീനിൽ നിങ്ങൾ എന്തൊക്കെ പറയുന്നോ കാര്യങ്ങൾ ചെയ്യുന്നോ അതെല്ലാം തന്നെ നിങ്ങൾക്ക് ആ ഒരു OBSൽ സ്ക്രീൻ റെക്കോർഡിംഗ് ആയിട്ട് കിട്ടും. അത് റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പോൾ നിങ്ങൾ റെക്കോർഡിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അവിടെ സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഗൂഗിൾ മീറ്റ് ₹1 ചിലവില്ലാതെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.